വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഓട്ടോമാറ്റിക് കാറുകൾ ഓടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു ഓട്ടോമാറ്റിക് ബൈക്ക് ഓടിക്കാനുള്ള സാധ്യത കുറവാണ്. ഇതാണ് നമ്മുടെ ആഫ്രിക്ക 20 DCT, ഒരു ഓട്ടോമാറ്റിക് ലിറ്റ് ക്ലാസ് ബൈക്ക് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഓടിക്കാമെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. പിന്നെ ഇതുപോലുള്ള അധികം ഓട്ടോമാറ്റിക് ബൈക്സ് ഒന്നും തന്നെ ഇല്ല. ഇതാണെന്നുള്ളത്. പിന്നെ ഹോണ്ടയുടെ ഗോൾഡ് വിങ് തന്നെ ഉണ്ട്. അങ്ങനെ അല്ലാതെ വളരെ കോമൺ ആയിട്ട് ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്ന അധികം ഓട്ടോമാറ്റിക് ബൈക്കുകളില്ല. ഇതെങ്ങനെ എടുത്ത് ഓടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇൻഫാക്റ്റ് ഈ ഒരു ബൈക്ക് ഒരു കള്ളന് കട്ടുകൊണ്ടുപോകണമെങ്കിൽ പോലും നമ്മുടെ ഓണറിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം ഇതെങ്ങനെ ഓണാക്കേണ്ടതെന്ന്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് സ്റ്റിൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യണം. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ കീ ഓണാക്കാം. ഇതൊരു കീലെസ് എൻട്രി വരുന്നൊരു ബൈക്കല്ല, സിമ്പിൾ സെറ്റപ്പാണ്. അതുതന്നെ വലിയൊരു കാര്യം. ഈ വീഡിയോ തന്നെ ഇതിൻ്റെ മോഡ്സൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കാരണം ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിൻ്റെ മോഡ്സ് യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നത്. ആദ്യമായിട്ട് ഇവിടെ റൈഡർ റെസ്പോൺസിബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അത് ഓക്കെ കൊടുത്ത് നമ്മൾ ഒഴിവാക്കാം. അതിനുശേഷം ഇപ്പം ഞാൻ ഓഫ് റോഡ് മോഡിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ കിൽ സ്വിച്ച് ഉണ്ട്, അതെടുത്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും. ഇനി അതിനുശേഷം ഇവിടെയാണ് മെയിനായിട്ടുള്ള കുറച്ച് ബട്ടൺസ് വരുന്നത്. വണ്ടി ഇപ്പോൾ ന്യൂട്രലാണെന്ന് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ മെയിൻ ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന ന്യൂട്രലിലേക്ക് ഇടാനുള്ള ബട്ടണാണ്. ഈ താഴെ കാണുന്ന ഡ്രൈവും സ്പോർട്ടും. അപ്പം ഡ്രൈവും സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മോഡിലിട്ട് ഡ്രൈവിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഓടിച്ചു തുടങ്ങാം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഡ്രൈവിലിട്ടു. ഈ ഒരു സമയത്ത് വണ്ടി അനങ്ങും. ഇതാ ഞാൻ വണ്ടി ഇപ്പം അനക്കുന്നില്ല. അപ്പം ഡ്രൈവിലിട്ടതിന് ശേഷം ഒന്നും കൂടെ അമർത്തിയാൽ ഇത് എസ് എന്ന് കാണിച്ച് ഒരു മൊബൈലിൻ്റെ സിഗ്നൽ പോലെ ഒരു സംഭവം കാണും. അപ്പോൾ അതിന് 3 മോഡുണ്ട്. അതാണ് കാണിക്കുന്ന ആ മൊബൈലിൻ്റെ സിഗ്നൽ. അപ്പോൾ ഇത് ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ S1 എന്ന് വിളിക്കും, ഇതിനെ S2 എന്ന് വിളിക്കും, ഇതിനെ S3 എന്ന് വിളിക്കും. അപ്പം ഈ ഡ്രൈവും S1ഉം S2ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നും റെഡ് ലൈൻ ചെയ്യുന്നതാണ്. അതായത് ഡ്രൈവിലിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടായിരിക്കും വണ്ടി കയറി പോകുന്നത്. പക്ഷേ S1 ആകുമ്പോൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ഷിഫ്റ്റ് ചെയ്യും, S2 കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ഷിഫ്റ്റ് ചെയ്യും, ഒരു S3 എന്ന് പറയുന്ന സമയത്ത് വളരെ അഗ്രസീവായിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. ഇനി ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 6 റൈഡിംഗ് മോഡും പിന്നെ ഈ പറഞ്ഞ കുറേ കോംപ്ലിക്കേഷൻസും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഓഫ് റോഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഓഫ് റോഡ് മോഡ് ഇട്ടത്. ഓഫ് റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പ്യുവർലി ഓഫ് റോഡ് അല്ല, കാരണം ഇവിടെ ABS ഡീആക്ടിവേറ്റഡ് അല്ല. അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാൻസൽ കാണും, അത് അമർത്തി നമ്മൾ ABS ക്യാൻസൽ ചെയ്യണം. ഡു യു റിയലി ലൈക്ക് ടു ക്യാൻസൽ ABS എന്ന് ചോദിക്കും. അപ്പോൾ അത് യെസ് കൊടുത്ത് വിടണം. ഇപ്പോൾ ഞാൻ യെസ് കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ കാണും. ഈ ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ ഒരു നീല കാണും, അതിനർത്ഥം ട്രാക്ഷൻ കുറച്ചുകൂടെ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം അത് ഇവിടെ HSTC എന്നുള്ള ആ ബട്ടൻ്റെ ഇവിടെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം അത് 0 ആക്കിയിടണം. എന്നാലേ ഫുൾ ട്രാക്ഷൻ പോളൂ, എന്നിട്ടേ നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇവിടെ EB എന്നൊരു കാര്യം കാണാം, P എന്നും കാണാം. അപ്പം ഈ ട്രാക്ഷൻ്റെ ഞാൻ പറഞ്ഞു നീല എന്ന് കാണുന്നത് ട്രാക്ഷൻ കൂടുതലാവുന്നതിനനുസരിച്ചിട്ടാണ്. ഈ EB എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ബ്രേക്കിങ്ങും P എന്ന് പറയുന്ന പവറുമാണ്. ഈ പവറും എഞ്ചിൻ ബ്രേക്കിംഗ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നേരെ ഉൾട്ടയാണ് ഈ ട്രാക്ഷൻ്റെ ലോജിക്ക് വെച്ച് നോക്കുകയാണ്. കാരണം EB ഇപ്പോൾ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിൻ ബ്രേക്കിംഗ് തീരെ കുറവാണെന്നാണ് അർത്ഥം. ഇപ്പോൾ പവർ കൂടുതലായിട്ട് കാണുന്നുണ്ട്, അതിനർത്ഥം പവർ കൂടിയിരിക്കുന്നു എന്നല്ല, പവർ ഏറ്റവും കുറഞ്ഞ മോഡിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പം അതാണ് ഓഫ് റോഡ് മോഡ്. ഇപ്പോൾ ഓഫ് റോഡ് ഇറങ്ങുമ്പോഴത് സാധാരണ നമ്മൾ ഏർബണിലാണ് ഓടിക്കാറ്. അതിന് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ബട്ടണും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മോഡുകൾ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗ്രാവൽ ഉണ്ട്. ഗ്രാവൽ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്താണ് ഗ്രാവൽ ഇടുക. ഇതിൽ ABS ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏർബൺ ഉണ്ട്. ഏർബണാണ് നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്നൊരു സമയം. ഏർബണിൽ ഞാൻ പൊതുവെ ചെയ്യാറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റായിട്ട് ഇങ്ങനെ പോകും. ഒരു S1 വരെ ഞാൻ ഇടാറുള്ളൂ. S2 ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പവർ കൂടുതലായിരിക്കും. S3 എന്ന് പറയുമ്പോൾ ശരിക്കും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഞാൻ സിറ്റിയിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ മോഡിനകത്ത് കയറിയിട്ട് നമുക്ക് ഡ്രൈവും S1ഉം S2ഉം S3ഉം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഏർബൺ അല്ലാതെ വേറെ ഉള്ളത് ടോർ ഉണ്ട്. ടോറാണ് ഈ വണ്ടിയിലെ ഏറ്റവും പവർഫുൾ ആയ മോഡ്. അപ്പം 4 റൈഡിംഗ് മോഡ്സും 2 കസ്റ്റമൈസബിൾ മോഡുമാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിക്കാം. അപ്പോൾ ഇപ്പം വണ്ടി ഓഫ് റോഡ് മോഡിലാണ് കിടക്കുന്ന. ABS ഞാൻ ഓഫ് ചെയ്തില്ല. ABS ഓഫ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയർ സ്ലൈഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ABS ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ABS ഓഫ് ചെയ്യാതെ തന്നെ ഒന്ന് ഓടിച്ച് നമുക്ക് റോഡിലേക്ക് എത്തിക്കാം. അപ്പോൾ വണ്ടി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കിൽ സ്വിച്ച് റിമൂവ് ചെയ്തു. സിംഗിൾ ടച്ച് സ്റ്റാർട്ട് ബട്ടണാണ്. ജസ്റ്റ് ഡ്രൈവ് മോഡിലേ ഇടുന്നുള്ളൂ. കൂടുതലായിട്ടുള്ള അതിമാരക പെർഫോമൻസോ സ്റ്റൺസോ ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല, കാരണം വണ്ടി വീണ് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ ലിഫ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഓഫ് റോഡ് കഴിഞ്ഞ് പുറത്തേക്ക് എത്തി. അപ്പം ഞാൻ നമ്മുടെ ടോർ മോഡിലേക്ക് മാറ്റാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വണ്ടി ഒറ്റയ്ക്ക് 6th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണെങ്കിൽ പോലും ഇത് ഒറ്റയ്ക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരു ഓട്ടോമാറ്റിക് ബൈക്കായിട്ടുള്ളത്. ഇപ്പോൾ ഡ്രൈവ് മോഡിലാണ്. ഇത് ഞാൻ ഇപ്പോൾ സ്പോർട്ട് 3ലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ 5th ഗിയറിലേക്ക് മാറി. അതാണ് ഞാൻ പറയുന്നത്, കുറേ കൂടെ അഗ്രസീവായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നുമില്ലാതെ ഈ ഒരു വണ്ടി എങ്ങനെ മാനുവൽ മോഡിൽ ഓടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ബട്ടൺ ഉണ്ട്, A/M എന്ന് പറഞ്ഞിട്ട്. അതായത് ഓട്ടോമാറ്റിക് വേണോ മാനുവൽ വേണോ.
പുറകെ ഒരു വണ്ടിയുണ്ട്, അതിന് കുറച്ച് വഴി കൊടുക്കാം. 10R ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ മാനുവലിലേക്ക് മാറ്റുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് മാനുവൽ എന്ന് പറഞ്ഞാലും നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാനുവലിലേക്ക് മാറ്റി ഇപ്പോൾ 4th ഗിയറിലാണ്. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന കൈ വെച്ചിട്ടാണ്. വീണ്ടും ഞാൻ മാനുവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഞെക്കിയാൽ മതി. ഇതൊന്നും തന്നെ ത്രോട്ടിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ കൈ അനക്കുന്നതുകൊണ്ട് മാത്രമാണ് ത്രോട്ടിൽ കട്ടാവുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ത്രോട്ടിൽ കട്ട് ചെയ്യാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ബേസിക്കലി ഇങ്ങനെയാണ് ഒരു ഓട്ടോമാറ്റിക് ബൈക്ക് ഓടിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ? നിങ്ങളിപ്പോൾ ഒരാളാണ്, അതായത് ബൈക്ക് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വണ്ടി നിർത്തിയതിന് ശേഷം ഒരുപക്ഷെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടായിട്ട് ഇറങ്ങാം. അപ്പം ഞാനും അത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അനങ്ങില്ല. അപ്പോൾ ഇതിനകത്ത് അത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരാം. അത് ഞാനല്ല ഷിഫ്റ്റ് ചെയ്തത്, സ്വന്തമായിട്ട് ബൈക്ക് തോന്നി ഷിഫ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ആക്ച്വലി മൂവിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് അനക്കം തട്ടിക്കഴിഞ്ഞാൽ വണ്ടി വീഴാവുന്നതേ ഉള്ളൂ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ. അങ്ങനെ വരുന്നൊരു സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ പാർക്കിംഗ് ബ്രേക്ക് ഉള്ളത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ നിന്നോളും. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണെങ്കിലും. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു പുതിയ ഓട്ടോമാറ്റിക് ബൈക്ക് ഇറങ്ങുകയാണെങ്കിൽ എങ്ങനെ ഓടിക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വണ്ടി കിട്ടുന്നതാണെങ്കിൽ ഞാൻ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ.